ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടത് 2-4 ഗോളുകൾക്കായിരുന്നു. ബാംഗ്ലൂർ FC-യുടെ ഹോം സ്റ്റേഡിയമായ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ വീണ്ടും മഞ്ഞ പുതപ്പിച്ച ആരാധകർക്ക് ശരിക്കും നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. 2-4 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമ്പോൾ നിരവധി ഫാൻസാണ്, ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് ഇത്തവണയും ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് ട്രാവൽ ചെയ്തു പോയിരുന്നത്. ശരിക്കും അവർക്കൊക്കെ നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് തന്നെയാണ് വന്നത്. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇവാൻ വുക്കമനോവിച്ച് എന്നൊരു പരിശീലകനെ പുറത്താക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അതിലും മികച്ചൊരു പ്രകടനം വരാനുള്ള സാധ്യതയില്ല എന്ന് ശരിക്കും ആരാധകരെക്കാർ കൂടുതൽ അറിയുന്നത് മാനേജ്മെൻറ്റിന് തന്നെയായിരിക്കാം. കാരണം ഒരു ശരാശരി ടീം വെച്ച് തന്നെയാണ് മത്സരിക്കുന്നത്. ഡിഫൻസിലെ പോരായ്മകളൊക്കെ നമ്മൾ നിലവിൽ കണ്ടതാണ്. ശരിക്കും മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാതെ നിലവിൽ ടീമിലുള്ള മികച്ച താരങ്ങളെ വിറ്റൊഴിവാക്കുന്ന ഒരു രീതിയായിരുന്നു നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തി വന്നിരുന്നത്. എന്തായാലും ഇവാൻ വുക്കമനോവിച്ച് എന്ന പരിശീലകനുള്ള സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. ശരാശരി താരങ്ങളെ വെച്ചിട്ടും ഏറ്റവും മികച്ച പ്രകടനമാണ് ഇവാൻ്റെ കീഴിൽ കാഴ്ചവെച്ചിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളത്. എന്തായാലും ഇവാൻ തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ. കൂടാതെ ടീമിലെ കാര്യമായ മാറ്റങ്ങൾ തന്നെ വേണ്ടിവരും. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ. എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് വരും ദിവസങ്ങളിൽ.